ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും കൃഷ്ണാസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട്, നന്നായി പഴുത്ത പഴമാണ്, എണ്ണയില്ലാതെ നമുക്ക് പഴംപൊരി തയ്യാറാക്കാം. ദോശമാവ് ഉപയോഗിച്ച് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പഴം ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ടിലാണ് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ നമ്മൾ ഇഡ്ഡലി വാരുന്നത് പോലെ തന്നെ സ്വല്പം ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുക. എല്ലാ തട്ടിലും വെള്ളമില്ലാത്ത ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കാം. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഞാൻ 2 തട്ട് കൂടെ എടുത്തിട്ടുണ്ട്. ചുറ്റും എണ്ണ തേച്ച് കൊടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്ക് ഈ തട്ടിറക്കി വെച്ചിട്ട് ആദ്യം കുറച്ച് ദോശമാവ് ഒഴിച്ച് കൊടുക്കാം. ഓരോ കുഴിയിലും കുറേശ്ശെ ദോശമാവ്, കുറച്ച്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പഴം ഓരോ പീസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ദോശമാവിൽ മധുരമൊന്നും ചേർത്തിയില്ല, കാരണം പഴം നല്ല മധുരമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കത് പോരാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ മാവിൽ കുറച്ച് മധുരം ചേർത്തി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് മേലെ കുറച്ചുകൂടി മാവ് അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ലേശം തനിയെ പരന്നോളൂ. ഇതുപോലെ അടുത്ത തട്ടിൽ ഞാൻ ഇതുപോലെ പറഞ്ഞ ശേഷം കാണിച്ചു തരാം. എന്തായി എന്ന് നോക്കാം. ഇതാ വന്നിട്ടുണ്ട്, പാകമായിരിക്കുന്നു. കണ്ടോ പഴംപൊരി? ഇത് നല്ല ടേസ്റ്റാണ്. എനിക്ക് ഉപ്പും മധുരവും കൂടി കഴിക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനതിൽ മധുരമൊന്നും ചേർത്താതിരുന്നത്. പഴം നല്ല മധുരം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മാവിൽ കുറച്ച് ആവശ്യത്തിന് മധുരം, പഞ്ചസാര, ശർക്കര എന്നിട്ട് ചേർത്താവുന്നതാണ്. എനിക്കിങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഇനി ഇതിനെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്ത ശേഷം വേണം അതൊന്ന് അടർത്തിയെടുക്കാൻ. ഞാൻ ശരിയാക്കി ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ദോശമാവ് കൊണ്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തണുത്ത ശേഷമാണ് തട്ടിൽ നിന്ന് വേർപെടുത്തിയെടുക്കാൻ. ഇത് നല്ല ടേസ്റ്റാണ്. പഴംപൊരിയുടെ മുകൾ വശമാണ് ഇത് എങ്ങനെ ഇരിക്കുന്നത്. പഴം ഉണ്ടല്ലേ, അടിഭാഗമാണ് ഇത്. നിങ്ങൾക്ക് ഇത്തിരി കളർ വേണം തോന്നിയാൽ ലേശം മഞ്ഞപ്പൊടി മാവിൽ ചേർന്നുകൊണ്ടും കുഴപ്പമില്ല. മധുരം ആവശ്യമുള്ളവർ ലേശം പഞ്ചസാരയും ചേർത്താം. ഇത് വളരെ ഹെൽത്തിയാണ്. കാരണം പ്രായമായവരും അല്ലെങ്കിൽ രോഗികളായിട്ടുള്ളവർക്കൊക്കെ എണ്ണ ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർക്കും ഉണ്ടാവും പഴംപൊരി കഴിക്കാൻ ആഗ്രഹം. അപ്പോൾ മൈദാമാവ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ ഇതിലാകുമ്പോൾ ലേശം ഒന്ന് ആ തട്ടിൽ പുരട്ടിയാൽ മാത്രം മതി. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതിപ്പോൾ ദോശമാവിലേതുകൊണ്ട് ടേസ്റ്റിന് യാതൊരു വ്യത്യാസമില്ല. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.